ഹായ്! നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഈ മഴയത്ത് നമ്മുടെ യാത്ര എങ്ങോട്ടാന്നല്ലേ? ഇത് പിറവത്തോട്ടാണ്. കൊട്ടാരക്കരയിൽ നിന്ന് പിറവത്തോട്ട് പോവുകയാണ്. പിറവം എൻ്റെ അച്ഛൻ്റെ നാടാണ്. അപ്പോൾ അവിടെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ കാണാനായിട്ടാണ് പോണത്. പിറവത്ത് പോകാമെന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ സൈഡാണ് കസിൻസ് കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവരും വെക്കേഷൻ ആകുമ്പോൾ അങ്ങ് പോരും. പിന്നെ തറവാട്ടിലൊരു മേളമാണ്. ഒരുമിച്ചിരുന്ന് കഴിക്കലും കളിക്കലും അതേപോലെ തന്നെ വഴക്കുകൂടലും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ആയിരുന്നു. വീട്ടിലുള്ള എല്ലാ ചെയറും എടുത്ത് ആ സിറ്റ് ഔട്ടിലിരുന്ന് കളിക്കുമായിരുന്നു. അത് എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട്. അത്ര ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് ഈ മെമ്മറീസ് നമുക്ക് ഉണ്ടാക്കണമല്ലേ. അപ്പം ഞാൻ അവരെയൊക്കെ തീർച്ചയായിട്ടും ഒത്തിരി മിസ് ചെയ്യണുണ്ട്. പ്രത്യേകിച്ച് ആരെയും ഇപ്രാവശ്യം കാണാൻ പറ്റിയില്ല. സമയപരിമിതികളും പിന്നെ എല്ലാവരും തിരക്കായിട്ട് ഓരോരോ സ്ഥലത്തും കൂടെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 6:30 കഴിഞ്ഞപ്പോഴായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന് വന്നത്. അപ്പോൾ അങ്ങനെ കോട്ടയത്ത് എത്തിയപ്പോൾ എന്നാൽ പിന്നെ ശരവണ ഭവൻ കണ്ടപ്പോൾ എന്തൊക്കെയായാലും അവിടെ നിർത്താതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ. വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഗീ പൊടി മസാല ദോശ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു പൊടി മസാല ദോശ ട്രൈ ചെയ്യണത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അമ്മയ്ക്ക് അതേപോലെ തന്നെ കുറേ നാളായിട്ട് നെയ് റോസ്റ്റ് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതും ഓർഡർ ചെയ്തു. പിള്ളേരും അതുതന്നെ ഓർഡർ ചെയ്ത്. രഞ്ജിത്തും ഞാനായിരുന്നു ഈ ഗീ പൊടി മസാല ദോശ ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചത്. ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് തീർക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എന്താ പറയുക, സ്വാദ് പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കുന്നതിൻ്റെ സ്പീഡും കൂടി കഴിച്ച് തീർന്നത് എപ്പോഴാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായ, അതും കുടിച്ചു. രഞ്ജിത്തിന് പിന്നെ ഇഷ്ടം ഫിൽറ്റർ കോഫി ആയതുകൊണ്ട് അത് കുടിച്ചു. എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ എൻ്റെ മനസ്സ് മാറി. ഞാൻ വിചാരിച്ചു ടീ തന്നെ പോരട്ടെ എന്ന്. അപ്പോൾ രാവിലത്തെ ഒരു ടീ കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ ദോശയൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്രയും പെട്ടെന്ന് അത് തീർക്കുമെന്ന് കേട്ടോ. അങ്ങനെ കുറേ നാട്ടിലുള്ള അത്രയും ദിവസവും എനിക്ക് തോന്നുന്നു മോർണിംഗ് ഞങ്ങൾ എപ്പോഴൊക്കെ പുറത്തായിരുന്നോ അന്നൊക്കെ ഈ മസാല ദോശ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ വിചാരിച്ചു മടുത്തു. എന്തൊക്കെയായാലും മാൾട്ടയിൽ പോയാലും ഞാൻ ദോശ തന്നെയായിരിക്കും ഉണ്ടാക്കുക കൂടുതലും. പക്ഷേ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ ദോശ തന്നെ ആണല്ലോ. പിന്നെ ഞാൻ പിന്നെ പൂരിയും മസാലയും അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത് ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ വട പറയാൻ വാക്കുകളില്ല. നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി വടയായിരുന്നു. അപ്പോൾ അതും ഞാൻ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു. അവിടെ സൈഡിലൊരാൾ ഇരിക്കണ നമ്മുടെ ദിയക്കുട്ടി കുറച്ച് എന്താ പറയുക, വാശിയും പിന്നെ അവൾ ദോശ മടിച്ചായിരുന്നു കഴിക്കണം. ആൾ പൊതുവേ ആഹാരം കഴിക്കാൻ പിന്നിലോട്ടാണ്. അപ്പം ഒരു നെയ് റോസ്റ്റേ ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ. അത് ഹാഫാക്കിയിട്ടായിരുന്നു രണ്ടുപേരും കഴിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ദിയക്കുട്ടി പൊതുവേ കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ സ്റ്റാഫും ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു. അവരപ്പം ഇടയ്ക്ക് വന്നിട്ട് മോളോട് കഴിക്കേ, അത് വേണോ ഇത് വേണോ ചട്നി വേണോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വേദുക്കുട്ടിക്ക് പിന്നെ ഇതെല്ലാം ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവൾ ഒരു കുഴപ്പമില്ലാതെ കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ കോട്ടയത്തുള്ള ശരവണഭവൻ. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കോട്ടയത്ത് വരുമ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കാം കേട്ടോ. വളരെ നല്ലതായിരുന്നു. അപ്പോൾ അതാ ഞാൻ പിറവത്തോട്ട് എത്താറായി. പിറവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ നല്ല ഗ്രീനറിയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എത്തി ഇവിടെ. ഇതാണ് എൻ്റെ തറവാട്. ഇതാണ് അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീട് കേട്ടോ. ഇതിൻ്റെ നിറച്ച് റബ്ബർ തോട്ടമൊക്കെ ആയിരുന്നു ആ സൈഡൊക്കെ. അപ്പോൾ തറവാടിൻ്റെ നമ്മുടെ സൈഡിലൊക്കെ. അപ്പോൾ അവിടെ കളിച്ച് നടന്ന ഓർമ്മയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ എന്താ എൻ്റെ ഫോട്ടോ കണ്ടു ഡാൻസിൻ്റെ ഷെൽഫിൽ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ആൻറ്റിയുടെ മോൻ
മോൻ്റെ വീട്, അതായത് എൻ്റെ കസിൻ്റെ വീട്. അപ്പം അവിടെ പിള്ളേർ സെറ്റൊക്കെ കാറി കയറി ഇരിക്കുകയാണ്. അപ്പോൾ അവർ കീ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ അതിനകത്തൊക്കെ ഓരോന്ന് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതും കണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അകത്ത് പോയപ്പോൾ നമ്മുടെ ലക്ഷ്മി ചേച്ചി നമുക്ക് വേണ്ടി ടാങ്ക് കലക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൊട്ടാരക്കരയിൽ എത്തണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പം അവിടുന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ തറവാട് കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിൽ കൂടെ ഓടി വന്നു. അച്ഛനെയൊക്കെ കുറേ മിസ് ചെയ്തു. കുറേ നമ്മുടെ അച്ഛമ്മേനെയും മുത്തശ്ശനെയൊക്കെ മിസ് ചെയ്തു. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ കുറച്ച് ഫോട്ടോസ്, പിള്ളേർ സെറ്റയുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് ഇവരോടൊക്കെ വിട പറഞ്ഞ്, സങ്കടത്തോടെ ആണെങ്കിലും വിട പറഞ്ഞ് പോന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.